അപ്പൊ ഞാൻ നിങ്ങളെ 2-3 വീഡിയോസ് ഇപ്പം റീസെന്റ് ആയിട്ട് കണ്ട്. അതിന്റെ അകത്ത് ഉം, ചെറിയൊരു പ്രതിഷേധവും പിന്നെ ചെറിയൊരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനും ഉണ്ട്. അത് രണ്ടും ഉം. ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. പറഞ്ഞോളൂ. പ്രതിഷേധം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാസിൽ എന്ന് പറയുന്ന ഒരാളുടെ ഉം, അൺമാസ്കിംഗ് അനോമലീസിന്റെ ഒരു ഉം. വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ. നിങ്ങളെ കുറച്ചൊരു താഴ്ത്തി ഉം, കാണിച്ചുകൊണ്ടുള്ളമായിരുന്നാണ് തോന്നിയത്. ഉം, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ വീഡിയോസിനകത്ത് ഈ ആ ആ ഒരു വീഡിയോ ചെയ്തതിന് മുമ്പ് ഒരു വീഡിയോയും കൂടി നിങ്ങളെ പറ്റിയിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം, മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് ആ വീഡിയോക്കും നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനെ സംബന്ധിച്ചിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രവാചകൻ ആക്രമിക്കപ്പെട്ടിട്ടില്ല ഉം, ഹിജറേന്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഉം, അപ്പൊ അതിനകത്ത് മൂപ്പര് പറഞ്ഞ ആ അതായത് നിങ്ങളെ ഞാൻ നികഴ്ത്തി കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞതിന് മുമ്പ് ചെയ്ത വീഡിയോയില് ഉം, ആ പുള്ളിക്കാരൻ ഇതുമാതിരി തന്നെ അന്ന് തന്ന അല്ലെങ്കിൽ അന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്ന കുറച്ച് തെളിവുകൾ സോ ഉം, കോൾഡ് തെളിവുകൾ ഉം, അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഉം, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ വീണ്ടും മറ്റേ ഒരു വീഡിയോ എടുത്തിട്ട് ഉം, നിങ്ങളെ ലൈവിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഉം, റോസ്റ്റിംഗ് മാതിരി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം, അതിനകത്തും ഇതാ 5 തെളിവ് എന്നാ പിടിച്ചോ, വേറെയും കുറെ ഉം, ക്രൈമുകളുണ്ട്, നിങ്ങൾക്ക് അത് ഉം, മതി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉം, അപ്പോ നിങ്ങൾ ചെയ്ത റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഉം, അതായത് ഒരു എനിക്ക് അയാളുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, ഉം, ഉമർന്നോ ഉം, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, ഉം, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നേ. ഉം, അതിനകത്ത് നിങ്ങള് ആ തെളിവുകള് നിങ്ങള് പ്രതിപാദിക്കുമ്പോ ആ ഉം, തെളിവുകളിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ കാണിക്കുന്നേരം ഉം, എനിക്ക് അപ്പോഴും എന്റെ മനസ്സിൽ തോന്നുന്നത് ഉം. നിങ്ങള് അടിയുറച്ച് പറഞ്ഞിരിക്കുന്നത് പ്രവാചകനെ ആക്രമിച്ചതിന് എന്തിനാണ് ചരിത്രത്തിൽ വെരി തെളിവില്ല സോറി. എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? ഖുറൈശികൾ സംഘടിതമായിട്ട് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, സംഘടിതമായി ആക്രമിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ആക്രമിച്ചതിനല്ല. ഏഹ് അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദിനെ കൊലപ്പെടുത്തണമെന്ന് ഖുറൈശികൾ സംഘടിതമായി തീരുമാനിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മരണഭയം കൊണ്ട് മദീന വിട്ട് ഓടിപ്പോയി എന്നല്ലേ കഥ. അതെ, ആ. ആ മരണഭയം എന്നുള്ളത് നിങ്ങൾ പറയുന്നത് കുറെ മദീന പാക്ടും അങ്ങനെ കുറെ എന്തൊക്കെയോ ഞാൻ അങ്ങനെ സംഭവങ്ങൾ. എന്തൊക്കെയല്ല, ഞാൻ ക്ലിയർ ആയിട്ട് എവിഡൻസ് ആണ്. അവര് പറഞ്ഞ 4 ഹദീസും അതേപോലെ തന്നെ ഒരു സീറയും നമ്മൾ ക്ലിയർ ആയിട്ട് അതിനകത്ത് റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്, അതായത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഹമ്മദ് നബിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിന് മുകളിൽ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. ഓക്കെ. അതല്ലല്ലോ റെഫ്യൂട്ട് ചെയ്യുന്ന രീതി. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിനെയാണ് റെഫ്യൂട്ട് ചെയ്യേണ്ടത്. ആ അല്ല, സ്റ്റേറ്റ്മെന്റിനെ പിന്നീട് അവർക്ക് തോന്നിയതുപോലെ വേറെ വ്യാഖ്യാനിച്ചിട്ടല്ല. കാരണം ഞാൻ ആ പ്രസന്റേഷൻ നടത്തുന്നതിന്റെ ആമുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് 10 സെക്കൻഡ് അടർത്തി എടുത്തിട്ടാണല്ലോ ഈ കസർത്ത്. പിന്നെ അതിന്റെ മുകളിൽ അവരുടെ വ്യാഖ്യാനാണല്ലോ. അതിനകത്ത് ഒന്നുമില്ല. എന്താണ് ഇസ്ലാമിക പക്ഷത്തിന്റെ പൊതുവിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കഥ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്, തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം മുഹമ്മദ് നബി അവിടെ ആക്രമിക്കപ്പെട്ടു എന്നല്ലേ നമ്മൾ പഠിച്ച കഥ. അത് അങ്ങനെ തന്നെ അത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നുണയാണ്. അത് പ്രാഥമികമായിട്ട് പറഞ്ഞു വെക്കുകയാണ് അവിടെ. മുഹമ്മദിനോട് അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബിനെ അവിടെ പല ആൾക്കാരും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്, കൊങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ, ആ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടില്ല എന്ന് ആരാ പറഞ്ഞതിന്? സംഘടിതമായിട്ട് പക്ഷെ കുറേശികൾ അതൊരു എല്ലാവരും ഒരു ആക്രമണത്തിന്. മിനിറ്റ്. ആ, സംഘടിതമായിട്ട് കുറേശികൾ മുഹമ്മദ് നബിനെ കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടതിന് ചരിത്രത്തിൽ തെളിവില്ല പറഞ്ഞാൽ മുഹമ്മദ് നബിയും അബൂജാലും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥമുണ്ടോ? അതിന് അർത്ഥമില്ല. ആ. അപ്പൊ ഈ അർത്ഥമില്ലാത്ത അർത്ഥത്തിനെ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അവരൊരു സ്ട്രോമാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ കിടന്ന് തല്ലുകൂടുകയാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇതൊക്കെ പോട്ടെ, റഫീഖ് സലഫി ഇത് പറഞ്ഞിട്ടൊരു തെളിവ് പറഞ്ഞിരുന്നല്ലോ, ദാറുൻ നദ്വയില് കുറേശികൾ സംഘടിതമായിട്ട് ഒത്തുകൂടി എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അതെ. എന്താണെന്ന് പറയാത്തവര്? ആ തെളിവ് കൊണ്ട് കൊണ്ടുവരട്ടെ. ഉം, അതാണ് ഇവർക്ക് അതിന് തെളിവ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ കഴിയുന്ന ഏക സാധനം. സംഘടിതമായിട്ട് അവരൊരു ഒരു ഒരു ഗൂഢാലോചനാ യോഗം കൂടി ഉം. എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് റഫീഖ് സലഫി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചപ്പോ. എന്താണ് അതിന്റെ ഉദ്ധരിക്കാത്തത്? ചരിത്രത്തിൽ തെളിവാണോ അത് നമുക്ക് പരിശോധിക്കാലോ, അത് എടുത്തോണ്ട് വന്നാലേ. അതിനു പകരം പിന്നെ ഉക്കബ ഞാനൊരു കഴുത്തിൽ കാര്യം മുണ്ടിട്ടു, ചോദിക്കട്ടെ? ഒരു മിനിറ്റ്, ഞാനൊരു ഉക്കബ കഴുത്തിൽ മുണ്ടിട്ടു എന്ന് പറയണത് കുറേശികളെ മൊത്തത്തിൽ കൂട്ടക്കൊല ചെയ്യുന്ന മുഹമ്മദ് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ്. അല്ല, ആണ്.
ആണോ? ആണ്. സീറ വായിച്ചാ മതി, ആ. ചരിത്രം പഠിച്ചാ മതി. നിങ്ങൾക്ക് അല്ല, ഞാൻ ഈ കുറേശികൾ ചരിത്രം എന്ന് പറയുന്നതിനെ കൂട്ടവരും പറ്റി പറയുന്നേരം ഞാനൊരു കുറേശി നിങ്ങളടുത്തൊരു കൂട്ട കാര്യം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞത് ഒരു പേജിലാണ്. ഇപ്പൊ ഈ ഇബ്നു ഇഷാഖിന്റെ ഒക്കെ സീറയാണെങ്കിൽ ഇവര് സീറയിൽ നിന്ന് എടുക്കുന്നതാണല്ലോ ഇതൊക്കെ. ഉം. ഈ സീറയില് ഈ ഹദീസ് ഈ സംഭവം വിവരിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രചാരത്തിലുള്ള സീൽഡ് നെക്ടർ എന്ന് പറയുന്ന ഏറ്റവും ഖ്യാതി നേടിയ ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥമുണ്ട്. ഓക്കെ. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് അതിനൊക്കെ സംഗ്രഹിച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള സാധനം. ഉം. മുസ്ലിം വേൾഡ് ലീഗ് 1-ാം സ്ഥാനം കൊടുത്ത ചരിത്ര ഗ്രന്ഥാണത്. ഏറ്റവും ആധുനികമായിട്ടാണ്. ഏറ്റവും ആധുനികമായിട്ട് അത് മദീനയിൽ നിന്നുള്ള പിന്നെ ദാറുസലാം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. റിയാദിലും ജിദ്ദയിലും ഒക്കെ ഉണ്ട്. ഓക്കെ. ഗവൺമെന്റ് മീൻസ് സൗദി ഗവൺമെന്റ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമുണ്ട്. അതിൽ ഉം. ഈ ഒറ്റ പേജിലാണ് ഈ സാധനം. ഇതിന്റെ അടുത്ത ദിവസമാണ് മുഹമ്മദ് നബിയെ പരിഹസിച്ചതിന്റെ പേരിൽ വിഗ്രഹങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുകയും എന്നിട്ട് ആ വിഗ്രഹങ്ങൾ വെച്ച കഅബന്റെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുറേശികൾ പലരും മുഹമ്മദിനെ പരിഹസിച്ചിട്ടുണ്ട്. ആ പരിഹാസത്തിന് പ്രതികരണമായിട്ട് മുഹമ്മദ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം അവനാണ് സത്യം. നിങ്ങളെ ഞാൻ സ്ലോട്ടർ ചെയ്യുന്ന പറഞ്ഞത്. ഉം. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരെയും കശാപ്പ് ചെയ്യുന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് അവരാകെ സ്തബ്ധരായി പോയി എന്നാണ്. ആകെ സ്തംഭിച്ചു പോയി, അവര് ഷോക്കായി. അതിനുശേഷം അവരെ നിർത്തി, അവരവിടുന്ന് എല്ലാവരും പിരിഞ്ഞുപോയി എന്നാണ്. പിറ്റേ ദിവസമാണ് ഉക്കബ. തൊട്ടടുത്ത ദിവസം നടന്ന സംഭവമാണ് ഉക്കബയുടെ ഈ സംഭവം. ഈ ഉക്കബ തലയിൽ മുണ്ടിടുന്നത്, കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കാൻ നോക്കുന്ന സമയത്ത് അബൂബക്കർ എന്ന് ചോദിക്കുന്നത് എന്താണ്? എന്റെ ദൈവം അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന്. അതാണ് ഈ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലാൻ നോക്കി എന്നുള്ളതിന്റെ തെളിവ്. ഇതൊക്കെ LKG കുട്ടികളെ മുമ്പിൽ പോലും വില പോവില്ല. ഇനി ഉക്കബ കഴുത്തിൽ മുണ്ടിട്ടത് കുറേശികൾ മൊത്തത്തിൽ എല്ലാവരും കൂടി കൂടിയെടുത്ത് ആലോചിച്ച തീരുമാനമാണ് എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? അതിന് തെളിവ് ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല ഇല്ല. ബോസ്. തെളിവ് വേണേ, തെളിവല്ല നമ്മൾ ചോദിക്കണം. അപ്പൊ തെളിവ് കൊണ്ട് തന്നാ പോരെ. അതിനെ ഇങ്ങനെ കോട്ടിമാട്ടുകയാണോ ചെയ്യാ? പിന്നെ തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം എന്ന് ഞാൻ പിന്നീട് കൂട്ടിച്ചേർത്താണ് ബാസിൽ നോണ ഞാൻ പറഞ്ഞല്ലേ. കണ്ടു. പക്ഷെ നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യത്തെ ആമുഖമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ അപ്പൊ എന്തിനാ ഇങ്ങനെ അതിനോടൊന്നും നുണകൾ, യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തിനാ എനിക്ക് നുണകൾ യോജിക്കാൻ ഇങ്ങനെ? പറ്റാത്ത എന്താന്ന് പറയും, വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രതിഷേധം എന്താ പറയും? എന്റെ പ്രതിഷേധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നബീനെ കൊല്ലാൻ കഴുത്തിൽ മുണ്ടിട്ടിട്ട് കൊല്ലാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, നിങ്ങളെ വേർഡ്സ് ആണ്. ഉം, അതായത് അബൂബക്കർ വന്നിട്ട് അത് കാണുകയും ഇങ്ങനെ ഉം, അള്ളാഹ് എന്നുള്ള ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഉം, ഒരാളെ കൊല്ലുകയാണോ എന്ന് പറഞ്ഞിട്ട് ഉം. അവിടുന്ന് നബീനെ രക്ഷപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ്. ചരിത്രത്തിലുണ്ട്. അതിന് ആ ചരിത്രത്തിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് തന്നെ ഇപ്പൊ ചെയ്തതായിരിക്കുമോ, ഞാൻ അല്ലല്ല. ഒരു ആ ഉദാഹരണം പറയട്ടെ. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് കേരള മുസ്ലിങ്ങളുടെ പൊതുവിലുള്ള തീരുമാനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതെന്താ ഞാൻ അംഗീകരിക്കാൻ പറ്റാത്ത? അതിനൊരു കൗണ്ടർ ഉണ്ട്. അല്ല, അതിനെന്താ അംഗീകരിക്കാൻ മാഷിന്റെ പറ്റാത്ത? കാരണം നമ്മളെ നാട്ടിലെ എല്ലാ മുസ്ലിമുകളും ഇത്ര തീവ്ര ചിന്താഗതിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ ഞാനും പറഞ്ഞതിന്റെ അർത്ഥം. കുറേശികൾ സംഘടിതമായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിനിമം നിങ്ങൾ പറഞ്ഞ ലോജിക് അല്ലേ? ഉദാഹരണത്തിൽ ഇനി തന്നെയുള്ള ഒരു ചെറിയ ഇനി ഒരു ഒരു മിനിറ്റ്, പശക ഞാൻ ഒരു പറഞ്ഞുതരാം. മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിലുള്ള ഒരു ചെറിയ പശക ഞാൻ എന്താ കാണിച്ചു തരാം. പറയൂ. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഉം. ഒരു ജാതി തലക്ക് ഒടിച്ച ഒരു മനോരോഗി ചെയ്തതല്ല. അല്ല. ഒരു 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 കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അത് ഉം. എന്താ പറയാ, അതൊരു ഇന്ത്യക്കെതിരെയാണോ അതെന്നുള്ള സംഘടന വേറെ തന്നെ ചെയ്താണ്. ഒരു സംഘടന. അതെ, ആ അതൊരു സംഘടന എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെയല്ലേ നമ്മൾ സംഘടന ആണ് എന്ന് പറയാ. ആണ് അപ്പൊ അവിടെ അങ്ങനെ ഒരു എക്സിക്യൂഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആ സംഘടനാ തലത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടുണ്ടാവണല്ലോ, ഒരു ഉണ്ടാവും ഗൂഢാലോചന, ഉണ്ടാവും സോക്കോൾ ആണ് അല്ലേ? ആണ് അതുപോലെ തന്നെ ഇപ്പൊ നബീന്റെ കഴുത്തില് അങ്ങനെയല്ല. ഏഹ്, കുറേശികൾ സംഘടിതമായി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. മുസ്ലിങ്ങൾ സംഘടിതമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? പോപ്പുലർ ഫ്രണ്ട് സംഘടിതമായി പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും അല്ലേ? അതെ. കുറേശികൾ മുസ്ലിങ്ങൾ സംഘടിതമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഈ കേസില്? ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. അതേ മുസ്ലിങ്ങൾ വ്യത്യാസം ഉണ്ടേ. അബൂജഹലും കൂട്ടരും എന്ന് പറഞ്ഞാൽ ഓക്കെ. കുറേശികൾ സംഘടിതമാകുക പറഞ്ഞാൽ അവിടെ ദാറുൻ നദ്വ എന്ന് പറഞ്ഞ റഫീഖ് സൽവി പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട്. അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേശികൾ ഗോത്രം എന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തിട്ടാണ് അവർ ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത്. കല്യാണാലോചന മുതൽ യുദ്ധം വരെയുള്ള എല്ലാ സാധനങ്ങളും. അങ്ങനെ ഒരു യോഗം നടത്തി കുറേശികൾ സംഘടിതമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് മുഹമ്മദ് നബിയെ കൊലപ്പെടുത്താം എന്ന് ഒരു പദ്ധതി ഇട്ടതിന് ചരിത്രത്തിൽ തെളിവില്ല. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ കൊടുന്നോളെ, നമുക്ക് നോക്കാം. ഉം. ഇത് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാതെ ഞാനിത് പറയണത് എന്തിനാ? ഉം. ഇത് ഹിജ്റയെ കുറിച്ച് ഇവർ പറയുന്ന കളവ്.
അത് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉം, പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതായത് നിങ്ങളെ ഏറ്റവും മെയിൻ വജ്രായുധം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ബദറിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി ആ ഹിജറേന്റെ ഡെഫിനിറ്റ് ആണ്, ചുറ്റുപാടുകളിൽ കിടന്നിട്ട് ഡെഫിനിറ്റ് അവര് ആണ്, അല്ലേ ആണ്. ആ, ആ, അതല്ല അത് ആ ബദറിന്റേത് ഞാൻ കുറേ ന്യായീകരണങ്ങളും സംഭവങ്ങളും ഒക്കെ ഞാൻ കണ്ടു. ഉം, അതിന് നിങ്ങൾ കൊടുത്ത റിയാക്ഷൻ വീഡിയോസും ഞാൻ കണ്ടു. ഉം, ഇപ്പൊ എനിക്ക് എന്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ ഇലക്ട്രോണിക് സിറ്റി താമസിക്കുന്നത്. ഉം, ഞാൻ വർക്ക് ചെയ്യുന്ന MG റോഡിലാണ്. ഉം, അപ്പൊ എനിക്ക് എന്തൊക്കെയാലും ട്രാഫിക്കിൽ ഒരു 1.5 മണിക്കൂർ ഉം, 2 മണിക്കൂറോളം ട്രാഫിക് ഉണ്ടാവും. ഞാൻ ഈ വീഡിയോസ് ഒക്കെ പ്രത്യേകിച്ചിട്ട് നിങ്ങളിത് ഉം, കണ്ട് അല്ലെങ്കിൽ കേൾക്കുകയാണല്ലോ, നമുക്ക് ഉം, കാണേണ്ട ആവശ്യമില്ലല്ലോ. ഉം. അപ്പം ബ്ലൂടൂത്തിൽ ഇട്ടിട്ടാണ് കേൾക്കലാണ്. അപ്പൊ ഞാന് ഇതില് എനിക്ക് നിങ്ങൾ വല്ലാണ്ട് വിരളീയമായിട്ട് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? വിരളിയല്ല, നമ്മൾ ഒരാള് ആ ഇപ്പൊ മനഃപൂർവ്വം ഒരാൾ ഇങ്ങനെ കൃത്രിമം കാണിച്ച് നുണ പറയുന്നതാകുമ്പോ നമുക്കൊരു ആത്മരോഷം വരൂലേ? അത് വരും. അത്രേ ഉള്ളൂ. ആ, മറ്റേത് തെളിവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഉം, റഫീഖ് സലഫിക്ക് ഞാൻ മറുപടി കൊടുത്തു. അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് ആ കാര്യം പറഞ്ഞു. കാരണം റഫീഖ് സലഫി പറയാൻ ശ്രമിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ നോക്കൂ, ബദറിനെ കുറിച്ച് ഞാൻ ബദർ കിസ എന്നായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തതിന്റെ പേര്, ടൈറ്റിൽ അതെ അതെ അല്ലേ? അതെ ബദർ കിസ. റഫീഖ് സലഫിനോട് ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? ബദർ കൊള്ളയായിരുന്നു എന്നാണ്. അതെ. അതിനാണ് മറുപടി പറഞ്ഞാൽ പോരെ? അതിനല്ലേ മറുപടി പറയണ്ടേ? ഉം. അതിന് പകരം അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇനി ബാസിലിന്റെ പ്രശ്നം അതൊന്നുമല്ല. ബാസിലിന്റെ പ്രശ്നം സംവാദമാണ്. ബാസലിന്റെ പ്രശ്നം സമാധാനം എന്നുള്ളത് നിങ്ങളിപ്പോ ഈ അടുത്ത് മൂപ്പർക്കുള്ള ഒരു 2 കോൾ റെക്കോർഡിങ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഉം, പക്ഷെ അതുവരെ കാരണം ഈ ബാസിൽ നിൽക്കുന്നത് എന്റെ ബ്രദർ കല്യാണം കഴിച്ച നാട്ടിലാണ്. ഉം, എന്റെ വൈഫ് ഹൗസിലൊക്കെ അറിയുന്ന ആളാണ് ഈ ബാസിൽ എന്ന് പറയുന്നത്. ഉം, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉം, അപ്പൊ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളെ ഉം, പോലത്തെ ആൾക്കാരായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉം, അപ്പൊ ഓരവിടെ ഓരോ മാസിലും എന്തിനാ അവിടെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉം. എന്താണ് ഇവന് ഞാൻ പെണ്ണില്ല. ഇവന് അതിനുള്ള താക്കത്തില്ല, ഉം, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഭാഷയിൽ പറഞ്ഞ അവസരം പോലും ഇല്ല, ഉം. ഇത് ഇങ്ങക്കില്ല എന്നുള്ള രീതിയിലാണ് ആ ഭാഗത്ത് അതെ, പറഞ്ഞു നടക്കണേ എന്നാണ് അത് ഞാൻ ഓൻ പല കേട്ടത്. ആൾക്കാർക്ക് വോയിസ് നോട്ട് ഇടുന്നുണ്ട്. അങ്ങനത്തെ അപ്പൊ ഒരു വോയിസ് അതുകൊണ്ടാണ് നോട്ട് ഞാൻ അവനെ നമ്മളവിടെ പിന്നാലെ കൂടുന്നത്. വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞാൽ, അബദ്ധം പറ്റിയതാണെങ്കിൽ നമ്മൾ അബദ്ധം പറ്റിയതാണ് തിരുത്താം. ഇത് അതെ. അബദ്ധമൊന്നുമല്ല, ഇത് ക്ലിയർ ആണ്. മുഹമ്മദ് നബിനെ ഇനി അത് ഇതിന് എന്താ തെളിവ്? ആരാണ് മുഹമ്മദിന് അവിടെ സംരക്ഷണം കൊടുത്തത്? ഇപ്പറേ അബൂ താലിബ്. ആ അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ഹാഷിം പിതാമഹൻ. കുടുംബാണ്. ആ, മുത്തലിബ് കുടുംബം. അതെ. മുത്തലിബ് കുടുംബം എന്ന് പറഞ്ഞാൽ ഖുറൈശി വിഭാഗത്തിലെ നേതൃ പദവിയിൽ ഇരിക്കുന്ന കുടുംബാണ്. ഉം. അപ്പൊ ഖുറൈശികൾ സംഘടിതമായിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ കുടുംബം കൂടി ഉണ്ടാവും. അതിന് പകരം അബൂ താലിബ് മരണം വരെ മുഹമ്മദിന്റെ പ്രചാരണ സ്വാതന്ത്ര്യത്തിനൊപ്പം നിന്ന ആളാണ്. മരണം വരെ. അതെ. അല്ലെ? ഉം. മുഹമ്മദിനെ അവിടെ തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവിടെ ഒരാളും ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിനും പറഞ്ഞില്ല, ഒരു തെളിവില്ല. അവരാകെ അബൂ താലിബിന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞത് ഞങ്ങളെ ദൈവങ്ങളെ നിന്ദിക്കരുതെന്നാണ്. ഈ അല്ല സൂര്യനെ തരാം, ഇതിനകത്തൊക്കെ ഞാൻ ചന്ദ്രനെ ഇപ്പൊ തരാം. ഞാൻ നിങ്ങളടുത്ത് ഇപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ തുറന്നു കേട്ടിട്ടില്ലേ, പറഞ്ഞോട്ടെ ഒരു ഞാന്. കയ്യിൽ സൂര്യനും മറുകൈയിൽ ആ ചന്ദ്രനും തന്നാലും ഞാൻ ഈ ഞാനത് ആശയത്തിന് പിന്തിരിവില്ലെന്ന്? അത് പിന്തിരിയില്ലാന്ന്. ഏത് സമയത്ത് എന്തിനാ പറഞ്ഞത്? മുഹമ്മദിനോട് അള്ളാഹ് തൗഹീദ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതല്ലേ പറയണേ നമ്മള്? അതെ. അല്ലേ? ഉം. നുണയല്ലേ അത്? പച്ച നുണയല്ലേ? ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ? ആകെയുള്ളത് അതില്ല. എന്താ? മുഹമ്മദിനെ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഓഫറാണ്. അതുപോലെ ദൈവങ്ങളെ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഓഫറാണ്. അതെ. അതായത് ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ വന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ മുഹമ്മദ് നബീനെ ഇങ്ങനെ പിന്നെ ആക്ഷേപിക്കാതിരുന്ന, നിങ്ങൾ ഈ വിമർശനം ഒന്ന് നിർത്തിയാല് ഉം. ഞങ്ങൾക്ക് അത് തരാം ഇത് തരാം നിന്നോട് ഓഫർ ഒന്നും എങ്ങനെ ഉണ്ടാവും? അതെ. അതല്ലാതെ ആശയം ഉപേക്ഷിക്കാനല്ല, ആദർശം ഉപേക്ഷിക്കാനല്ല. അവിടെ പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. അതിപ്പോ ഞാനിപ്പോ ആശയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കയ്യില് സൂര്യനെയും ചന്ദ്രനെയും തന്നാലും ഞാൻ ഇത് നിർത്തൂല എന്ന് പറയുന്ന ആള് മാര്യത്തിൽ കിബുത്തിനെ സ്വീകരിക്കില്ലല്ലോ. സ്വീകരിക്കുവോ? അതായി പറഞ്ഞതേ. അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ മുഹമ്മദ്, പിന്നെ അത് മാത്രല്ല, മുഹമ്മദ് മക്കാരെ കൈകാര്യം ചെയ്യും എന്ന് ഇപ്പൊ ഈ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരുന്നത്, ഉം. അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറാണ് സൂറത്ത് തൗബയിൽ 5-ാം വചനം. അതെ. ആ, ഇതൊക്കെയുണ്ട് എത്തും. അപ്പൊ ലിയാക്കത്ത് നുണ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ ഇതിന്നൊക്കെ ഇല്ല തൽക്കാലം ശ്രദ്ധ ഇതിപ്പോ തിരിക്കാം, ഇതിനകത്ത് ഇപ്പൊ അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യങ്ങളുടെ അടുത്ത് എനിക്ക് തുറന്നു പറയല്ലേ, ഉം. തോന്നില്ലെങ്കിൽ പറഞ്ഞു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഒരു 5-6 ആൾക്കാരുണ്ട്. ഉം. എന്റെ അതേ പ്രായമല്ല, എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 39 വയസ്സ് ഉം. 40ലേക്ക് കിടക്കുന്നു. ഉം.
അപ്പോ എന്താ പറയാ, ഞങ്ങള് കുറച്ചും കൂടി ഒരു ഓപ്പൺ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരു കുറച്ച് കൂട്ടങ്ങളാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് ജനറേറ്റ് ചെയ്തിട്ട് ഒരു 4-5 വർഷത്തോളമായി. അത് ആ സമയത്തൊന്നും എനിക്ക് നിങ്ങളെ പറ്റി അറിയില്ല, മറ്റുള്ള അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടൊന്നും അറിയില്ല. പക്ഷെ നമ്മള് പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ, അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ സോ കോൾഡ് തലക്കെട്ട് കാരണവന്മാരുണ്ട്. അതായത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ജോനെ കണ്ടു പഠിച്ചുകൂടെ, എനിക്ക് ഓന് നിസ്കാരത്തായും പേരുണ്ട്, എനിക്ക് എന്താ വരാത്തെന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കുറച്ച് കൂടുതലായപ്പോഴാണ് നമ്മൾ, അതായത് ഇപ്പം കുട്ടികളെടുത്ത് ആ സ്വിച്ച് പോയിട്ട് ഇടരുത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, പോയിട്ടൊരു സ്വിച്ച് ഇട്ട് നോക്കാൻ എന്ത് സംഭവിക്കുന്ന. അതേമാതിരി ഇവര് കുറച്ച് കൂടുതലാക്കിയപ്പോ നമുക്കും തോന്നി ഇതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ. ഇപ്പൊ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏകദേശം ഒരു 95% മുർത്തതായിരിക്കുന്നു ഉള്ള പറയല്ലോ. അപ്പൊ അതിന്റെ കൂടെയാണ് ഞാൻ വളരെ ആക്സിഡന്റലി അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നിങ്ങളെ കുറച്ച് റീൽസ് കാണാനിടയായി ആദ്യമായിട്ട്. ആ റീൽസ് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളെ ഷോർട്ട് വീഡിയോസ്, റീൽസോ ഷോർട്ട് വീഡിയോസ് ഉണ്ടോ, പിന്നെ ഞാൻ നിങ്ങളെ ആദ്യത്തെ മുതൽ ലക്കും ദീനിക്കും വലിയദീൻ അത് മുതൽ ഞാൻ കുത്തിർന്ന് കാണാൻ തുടങ്ങി. അപ്പൊ അതിന്റെ അകത്തുനിന്ന് കുറെ സിമിലാരിറ്റീസ് വന്നു. പക്ഷെ ആ സിമിലാരിറ്റീസ് വന്നപ്പോ ഞങ്ങളൊക്കെ സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് കൂടി കടന്നു പോവാണ്. ഇത് ഞങ്ങളെ തോട്ട് പ്രോസസ്സ് ലോജിക്കലി ഒരു ഒരു ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ള മാതിരിയൊക്കെ പറയില്ലേ, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന സമയത്ത് ആണ് എന്റെ അടുത്ത് നമ്മളെ അനിയച്ചാര് വന്നിട്ട് ഈ പറയുന്ന ബാസിലിനെയും എന്ന് പറയുന്ന ലിയാക്കത്തിനെയും ആരിഫിനെയും, ഈ ആരിഫ് എന്ന് പറയുന്ന പുള്ളീനെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. അതിന് എന്റേതായ റീസൺസ് ഉണ്ട്. ആ പുള്ളിയുടെ ലാംഗ്വേജിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല എന്നുള്ളതാണ് എന്റെ മെയിൻ റീസൺ. അപ്പോ എന്റെ അടുത്ത് എന്റെ ഉമ്മാന്റെയും വൈഫിന്റെയും ഒക്കെ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില് ഞാൻ നാട്ടിൽ പോയപ്പോഴാ ഇങ്ങനെ ഒരു സംസാരം വരികയും നിങ്ങളെ പേരൊക്കെ എന്റെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്തു. അപ്പൊ നമ്മളെ അനിയച്ചാര് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഈ ബാസിലും ഇവരൊക്കെ നിങ്ങളെ എയറിലാക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാ, ഓനൊന്നും കാട്ടില്ലുണ്ട്. കാരണം ഈ അനിയച്ചാറിന്റെ നാട്ടുകാരനാണ് ഈ ബാസിലെ, അവന്റെ വൈഫ് ഹൗസിലുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ്, ജി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അപ്പോ ഉമ്മയും കയറി ഇടപെട്ട്. പക്ഷെ ഉമ്മയും കുറച്ചൊരു നല്ല രീതിയിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നാ പറയുന്നത്, എന്നാലും ഇപ്പൊ വായിന്ന് ശീലിച്ചു പോയത് മാറുന്നില്ല. അപ്പം ഉമ്മയും ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാനും ഉമ്മക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ നോണ പിടിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ ബാസിൽ പൊരിക്കുന്നതിന്റെ ലിങ്ക് എനിക്ക് അനിയൻ അയച്ചു തന്നു. മനസ്സിലായില്ലേ? ഈ ഞാൻ ഒരു 4 ദിവസം മുമ്പ് വിട്ട സാധനം ഉണ്ടല്ലോ, നോണ സീരീസിലെ. ആ നോണ സീരീസില് നിങ്ങളുടെ വീഡിയോ പ്ലേ ആക്കിയിട്ട് ഓന 4-5 തെളിവ് തന്നപ്പോ നിന്റെ കണ്ണിൽ ഇരുട്ടായിട്ട് കയറി. മനസ്സിലായില്ലേ? ആ തെളിവില്ല. ഇനി ഒന്നാമത്തത് ഇവര് പറയുന്ന ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ചിട്ട് 4 തെളിവ് കൊടുക്കാൻ പറ്റില്ല. ഇത് ഒരു തെളിവ് എന്താ അറിയോ? അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല അബൂ ജഹൽ എന്നാണ്. അതായത് അബൂജഹൽ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും മേജർ തെളിവ്. അവിടെ തന്നെ കഴിഞ്ഞു ആ ഹദീസിന്റെ കഥ. അബൂജഹലിനെ വിശ്വസിച്ചിട്ട് ഒരു സാധനം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നത്, അബൂ ഹുറൈറ അബൂജഹലും കണ്ടിട്ട് തന്നെ അല്ല. 629 അബൂ ഹുറൈറ ഇസ്ലാമിലേക്ക് വരുന്നത്. അതായത് അത് സഹിഹാണെന്ന് അങ്ങനെ ആരും ഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഇവര് പറയുന്ന മാനദണ്ഡം അനുസരിച്ച് സഹിഹാണെങ്കിൽ മുഹമ്മദ് നബിയിലേക്ക് എത്തണം. ഈ ഹദീസ് മുഹമ്മദ് നബിയിലേക്ക് എത്തുന്നില്ല. അത് അൽബാനി ഒന്നും സഹീഹ് എന്ന് പ്രത്യേകം ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് കുറെ സാധനം ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഇത് നിദാനശാസ്ത്രം വെച്ച് നോക്കിയാൽ എടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് പ്രബോധനത്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് കുറെ ഹദീസുകൾ. സഹീഹായ ഹദീസാണ്. പിന്നെ മുഹമ്മദ് നബി ഇടയ്ക്ക് ഈ വറഖ ഇബ്നു നൗഫൽ മരിച്ചതിന് ശേഷം വഹി ഇടക്കാലത്ത് നിന്നുപോയി. അപ്പോ ആകെ നബി ആകെ ടെൻഷനിലായി, എന്റെ മലേന്റെ മുകളിൽ കയറി ചാടാനൊക്കെ ആലോചിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. സഹീഹ് ബുഖാരിയിൽ സഹീഹ് ഗ്രേഡുള്ള ഹദീസ് കേട്ടോ. ആ ഹദീസ് ഒരു ദിവസം ഈ വിശ്വാസമില്ലാത്തവർക്ക് വിഷാദം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് മറുപടി പറഞ്ഞപ്പോ ഞങ്ങള് ചർച്ചയിൽ എടുത്തിട്ടു. അതിൽ ഈ ഹദീസ് കൊടുത്തപ്പോ എന്താ ചെയ്തറിയോ? അതിൽ ഒരു ഭാഗം, അതായത് ഹദീസ് നിന്നുപോയി നബിക്ക് വിഷമമുണ്ടായി എന്ന് വരുന്ന ഭാഗം വരെയുള്ളത് ഓക്കെയാണ് ഹദീസ്. അതിന്റെ ബാക്കിയുള്ള ഭാഗം ആയിഷ വരെ എത്തുള്ളൂ എന്നാ പറഞ്ഞു.
അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. അതായത് അത് ശരി. മലമ്മ കയറി ചാടാൻ നോക്കി എന്നുള്ളതിന് ഖുറാനിൽ തെളിവുണ്ട്. അതായത് നീ നിന്റെ ശരീരത്തെ സ്വയം നശിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു രംഗം ഈ സംഭവത്തെ ഉദ്ധരിച്ച് ഖുറാനിലുണ്ട്. ജിബ്രീൽ വന്ന് തടയാണ് ചെയ്യുന്നത്, ടെൻഷൻ ഡിപ്രഷൻ ആയിട്ട്. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് ഇവര് ഹദീസ് എടുക്കുക. പിന്നെ അതേപോലെ നൂൻ എന്ന് പറയുന്ന ആ ഒരു ഇത് പിന്നെ ആയത്തിന്റെ വിശദീകരണത്തില് ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചിട്ട് ഇബ്നു അബ്ബാസിന്റെയും അതേപോലെ തബരീന്റെയും ഒക്കെ തഫ്സീറിലുള്ള ഒരു സംഭവമാണ് നൂൻ എന്ന് പറഞ്ഞ ഒരു ഈ ഭൂമിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു തിമിംഗലാണെന്നുള്ളത്. അതെ അതെ. അത് പറഞ്ഞപ്പോ റഫീഖ് സലഫി പറഞ്ഞത് അത് ഇബ്നു അബ്ബാസ് വരെ എത്തുള്ളൂ എന്നാണ്, എടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് വരെ എത്തുള്ളൂ പറഞ്ഞ ഇബ്നു അബ്ബാസ് ആരാ? മുഹമ്മദ് നബി അറിവിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ച, അറിവിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച ആളാണ് ഇബ്നു അബ്ബാസ്. ഇസ്ലാമിന്റെ ആ കാലത്തെ അവസാനത്തെ വാക്കാണ്. ഖലീഫമാരുടെ ഒക്കെ കാലത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് ആണ് തീരുമാനം പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് അലി കുറച്ച് മുർത്തദ്ദുകളെ പോയി തീയിട്ടു, അതായത് തീയിട്ട് കൊന്നു. അപ്പൊ അത് സഹിഹായ ഹദീസാട്ടോ. അപ്പൊ തീയിട്ടപ്പോ ഇബ്നു അബ്ബാസ് വിവരം അറിഞ്ഞു. ഇബ്നു അബ്ബാസ് വിവരം അറിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം തീയിട്ട് കൊല്ലുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമുള്ള ശിക്ഷ രീതിയാണ്. ഒരാൾ മതം മാറിയാൽ അവനെ കൊല്ലണം എന്ന നബിന്റെ ഹദീസ് ഉണ്ട്, അധ്യാപനം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണെങ്കിൽ അവനെ കൊല്ലും, പക്ഷെ തീയിട്ട് കൊല്ലൂലായിരുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അപ്പൊ ഖലീഫമാരുടെ തിരുത്താൻ കെൽപ്പുള്ള അറിവുള്ള ആളായിരുന്നു ആര്? ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസിനെ തള്ളിയിട്ട് തെളിവ് ഇസ്ലാമിനെ മാനം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അബൂജഹല് പറഞ്ഞു എന്ന് അബൂ ഹുറൈറ പറഞ്ഞ ഒരു ഹദീസ് എടുത്തിട്ട് ഒന്നാമതേ ഞാൻ പറഞ്ഞതിന് അവർ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്, ഉപരോധം ഉണ്ടായിട്ടുണ്ട്, ഇതൊന്നും ഇല്ലാന്ന് ആരും പറഞ്ഞില്ല. ഞാൻ തന്നെ ആ പ്രസംഗത്തിൽ തന്നെ അതൊക്കെ പറയുന്നുണ്ട്. തലേ ദിവസം രാത്രി കൊല്ലാൻ വീട് വളഞ്ഞു എന്നും യാസീൻ ഓതി മണ്ണ് ഓതി എറിഞ്ഞിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ കഥയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞതായി, അങ്ങനെ സംഭവങ്ങൾ നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണ് എന്റെ പിന്നെ എന്താ പറയാ, ഹിജ്റ എന്ന് പറയുന്നത് ഹിജ്റയുടെ ഇന്റൻഷൻ ജീവഭയം കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതല്ല എന്നുള്ളതാണ് ആ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം. അത് 2-3 വർഷത്തെ തുടർ ചർച്ചകളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് പോയതാണ്. കാരണം ഇവിടത്തേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ മുഹമ്മദ് നബിക്ക് കിട്ടി. പിന്നെ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുൻപും മക്കയിൽ ചെന്നതിന് ശേഷവും മുഹമ്മദിന്റെ ലക്ഷ്യം മക്ക കീഴടക്കലായിരുന്നു എന്ന് ഇഷ്ടം പോലെ തെളിവ് ഹദീസിലും ചരിത്രത്തിലുണ്ട്. ഇഷ്ടം പോലെ. അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഹുദൈബിയ സന്ധിയിൽ പൊളിറ്റിക്കൽ കൾട്ടാണ്, സ്ട്രിക്ട്ലി പൊളിറ്റിക്കൽ കൾട്ടാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിപ്പോ നമുക്ക് ഇപ്പൊ ഈ എന്താ പറയാ, അത് ആ അർത്ഥത്തിൽ അതിനെ വായിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പൊ നിങ്ങൾ 99% വിശ്വാസി അല്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ 95% എന്നാണ് നിങ്ങൾ പറഞ്ഞത് മുർത്തദ്ദീന്. 5% അവിടെ ഉണ്ട്. നിങ്ങൾ 99.9% വിശ്വാസം പോയതിനു ശേഷവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിവിന് എന്തെങ്കിലും കാരണം കിട്ടിയാൽ നമ്മൾ മനസ്സൊന്ന് പടക്കും. ആ പടക്കല് പടച്ചിട്ടാണ് ഞാൻ ടെൻഷനായിട്ട് അത് പടച്ചിരിക്കും. 99.99% വിശ്വാസം പോയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ വണ്ടിയിൽ ഒരു അപകടം ഉണ്ടായി. അപകടമല്ല, പിന്നെ എന്താ പറയാ, ഒരു മിന്നല് വന്ന് വണ്ടിയുടെ തൊട്ട് മുമ്പിൽ താഴെ നിലത്ത് അടിച്ച് വെള്ളവും ഇതെല്ലാം കൂടെ തെറിച്ച് വണ്ടിയുടെ ഇഗ്നേഷൻ കംപ്ലൈന്റ് ആയി. പുത്തൻ വണ്ടിട്ടാ, 2-3 മാസമായിട്ടുള്ള ഉണ്ടായിരുന്ന വണ്ടി. അപ്പൊ അന്നാണെങ്കിൽ പിന്നെ സംഭവം നടക്കേണ്ട തൊട്ട് മുൻപ് എന്റെ പെങ്ങളുടെ മോൻ ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഓനെ എയർപോർട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുവരാം, അതായിരുന്നു പ്ലാന്. ആ വണ്ടിയാണത്. അവൻ കയറി ഇരുന്നതിന് ശേഷമാണ് ഈ സംഭവിക്കുന്നത് കേട്ടോ. വണ്ടി കയറി ഇരുന്ന് ഞങ്ങൾ വണ്ടി തിരിച്ച് ഒരു ഗ്രൗണ്ടാണ്, ഒരു ഓപ്പൺ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് റോഡിലോട്ട് കയറുന്നതിന് ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. അന്ന് രാത്രി എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതല്ല എനിക്കറിയുന്ന അവസാനത്തെ മുന്നറിയിപ്പാണോ? അത് നമ്മൾ എത്ര ചെറിയ പ്രായത്തിലാണ് ഈ സാധനം തലയിൽ കയറിയിട്ടുള്ളതെന്ന് ആലോചിച്ചാൽ മതി. അതിനെ ഞാൻ ആ രാത്രി തന്നെ പ്രോസസ്സ് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ ആ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം.
കാരണം എന്താ വെച്ചാല് പ്രോസസ് ചെയ്യാൻ അന്ന് ആ പറ്റുന്ന പ്രാർത്ഥനയുടെ ഇടയില് ആ ഇങ്ങനെ ഈ ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമെന്ന് എന്നെ ഉന്നം വെച്ച് എന്റെ ബ്രദർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ ബ്രദറെ പ്രാർത്ഥിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ നടന്നത്. ആ, എന്റെ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ, പ്രശ്നങ്ങള് ഇത് ഓഫീസിൽ ഇപ്പൊ ഇത് കോർപ്പറേറ്റ് ഓഫീസിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉം, പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം അവോയ്ഡ് ചെയ്യാൻ ഉണ്ടാവും. പറ്റാത്തൊരു സംഭവം. ഉം, അപ്പൊ ഞാനിപ്പോ കുറച്ചൊരു പൊളിറ്റിക്സിൽ അകപ്പെട്ട് ഓഫീസിൽ കുറച്ച് കോർണറിങ്ങും ഉം, കാര്യങ്ങളൊക്കെ ഇത് ഉം, അനുഭവിച്ചുകൊണ്ട് പോകുന്ന. ഉം, അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഞാനിപ്പോ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയാൽ ചിലപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരെ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ആയിരിക്കും. ഉം, നമ്മളെ വൈഫ് എന്ന് പറയുന്ന ഒരാളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഉം, അപ്പൊ ഓളത് വീട്ടിലേക്ക് മറ്റേ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഉം, പിന്നെ നമ്മളെ വീട്ടിലിരിക്കുന്ന ആൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉം, ഉം. അനിയന്റെ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുകൊണ്ടാണെന്ന് പോയപ്പോഴാണ് പറയും. ഈ ഒരു സംഭവം അത് സംസാരിച്ചതും. ഞാൻ ഇതുകൊണ്ടാണെന്ന് പിന്നെ പറയും. അപ്പൊ എനിക്ക് കോള് വന്നെന്ന് മാത്രല്ല, ഇപ്പൊ ദാ ഇപ്പൊ 3 ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് നമ്മളെ ഉമ്മാര്. ഉം. ഇവിടെ വന്നിട്ട് എന്റെ മുമ്പൊന്നും എല്ലാരും മുമ്പിൽ തന്നെയാണ് ഇങ്ങനെ ഉം. ഈമാൻ അത് പറയും വെച്ചാല് പ്രശ്നങ്ങളൊന്നും. അത് അവരെ കുറ്റം പറഞ്ഞതല്ല, അവരുടെ ഉള്ളിലുള്ള ഒരു ഭയമുണ്ട്. ഇതിനൊക്കെ കാരണം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആന്തല് വന്നു, ഒരു കാളല് വന്നു, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയത്തുനിന്ന് വരുന്ന സാധനമാണ്. അതെ അത് തിരിച്ചറിയാൻ നമുക്ക് ഇൻ കേസ് ഇത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴും ഇനി എങ്ങാനും ഇത് തെറ്റല്ലെങ്കിലോ എന്നുള്ള പേടി അപ്പൊ തന്നെ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന്റെ മറുപടിയാണ് ആ സാധനം. അതെന്റെ അടുത്ത് ഉമ്മ പറഞ്ഞേ. ആ, എന്റെ അടുത്ത് ഉമ്മ പറഞ്ഞത് അല്ല, ഞാൻ ഇപ്പൊ നിങ്ങള് പറഞ്ഞതും ഉം, എന്റേതായിട്ടുള്ള വിശകലനത്തിൽ ഉം, അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ വന്ന കുറെ പോയിന്റുകളുണ്ട്. ഉം, അതായത് ഖുർആൻ എഴുതിയ മുതൽ ഞാൻ ഉം, അല്ലെങ്കിൽ ഖുർആൻ ആദ്യമായി ക്രോഡീകരിച്ചത് മുതലുള്ള കഥകളും എപ്പം ഉം, നബി വഫാത്തായി എന്നുള്ളതും ഉം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ മിസ്സിംഗ് ലിങ്കുകൾ ഉണ്ട്. ഉം, ആ മിസ്സിംഗ് ലിങ്കുകൾ നമ്മൾ കുറച്ചൊന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാല് ഉം, നമുക്ക് കുറേ മിസ്സിംഗ് ലിങ്കുകൾ കിട്ടും. ഉം, അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന നേരം എന്റെ അടുത്ത് ഇപ്പൊ തിരിച്ച് അടിക്കുന്ന കൗണ്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉം, ആയിക്കോട്ടെ ഈ പറയുന്നതിനൊന്നും എനിക്ക് കുറെ കാര്യത്തിന് ഉത്തരമില്ല. ഉം, ഓക്കെ, ആ ഉം, ഉത്തരമില്ല. ഉം, അത് പറയാൻ മാത്രം എനിക്ക് അതിനുള്ള വിവരവും ഇല്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഉം, ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ ഇപ്പൊ ഒരു 5 നേരം നിസ്കരിച്ചിട്ട് ഉം. ഖുർആൻ ഓതിയതായിരുന്നു എന്ന് വെച്ചിട്ട് എനിക്കൊരു നഷ്ടം നമുക്കൊന്നും ഉണ്ടാവണില്ലേ? നഷ്ടപ്പെടാനില്ല. ഇൻ ആ കേസ് ഇത് ഉണ്ടെങ്കിലോ എന്നുള്ളതല്ലേ. ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് സേഫ്. അപ്പൊ ഞാൻ ഇതിന് രസം പറഞ്ഞേ എന്താ അറിയോ, ആ ഇസ്ലാമിന്റെ അക്കീദ അനുസരിച്ചിട്ട് അങ്ങനത്തെ ചിന്തയിൽ ഒരാൾ നിസ്കരിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല. അതാ ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ചേ, ഉം. ഉമ്മ പറയുന്നതിന് ഞാൻ പലപ്പോഴും ചിലപ്പോ സമയങ്ങളിൽ നോമ്പ് കാലത്ത് എനിക്ക് ഈ അതിനെന്താ പറയാ, രാവിലെ എണീക്കൂല നമ്മള്. ആ, അപ്പൊ ഉമ്മ എന്റെ വല്യപ്പമാരൊക്കെ പണ്ട് മുതലേ പറഞ്ഞത് ഉം. എന്താണ്, നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ നോമ്പ് കിട്ടൂല. ബാത്തിലാണെന്നാണ്. അതെ. ആ അപ്പൊ ഞാൻ ചിലപ്പോ രാത്രി നേരം വൈകി വന്ന് കിടന്നുമ്പോ ചിലപ്പോ ഞാൻ രാവിലെ എണീച്ചില്ലാന്ന് വരും. ഉം. അപ്പൊ എന്റെ അടുത്ത് ഉമ്മ പറയും, അതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്, അതൊക്കെ മൂപ്പര് സബൂറാക്കി കൂടുന്ന് പറയും. ആ, മനസ്സിലായില്ലേ? ഉം. അപ്പൊ അവിടൊക്കെ അവർക്ക് സൗകര്യം ഉള്ളിടത്തിൽ എക്സെപ്ഷൻസ് കൊണ്ടേ ഉണ്ട്, ഉണ്ട്, കയറ്റുന്നുണ്ട്. ഉണ്ട്, ഉണ്ട്. അതിപ്പോ ഈ പലിശയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉം. പലിശ എല്ലാ വിശ്വാസികളും ആശ്വസിക്കുന്നത് എന്ത് വെച്ചിട്ടാ? ഉം. അതിപ്പോ സാഹചര്യം വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടല്ലേ പഠിച്ചോൻ മനസ്സിലാക്കൂലേ എന്നാണ്. അതെ, അപ്പൊ ഇത് നിരോധിക്കുന്ന പഠിച്ചോൻക്കത് അറിയില്ലേ? ഇങ്ങനെ ഒരു അറിയില്ല. സാഹചര്യം മനുഷ്യർക്ക് വരും, കൗമിന് വരും. അപ്പൊ അത് അവർക്ക് ഒരു ഇടങ്ങേറ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ശരിയല്ലാണ്ട് തീർച്ചയായിട്ടും. ഉം. കാരണം പലിശ എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ പ്രശ്നമായിട്ടാണല്ലോ ഇവർ എണ്ണുന്നത്. പിന്നെ ഉം. എത്രയുണ്ട്? പലിശ മാത്രമൊന്നുമല്ലല്ലോ. ഇപ്പൊ എന്റെ ഉമ്മക്ക് ഇപ്പൊ ഇത്തിരി പ്രായമായി. ഇപ്പം ഉം. പ്രായത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ വന്ന ഉമ്മന്റെ കുറച്ച് ഉള്ള ആൾക്കാരുടെ ഒക്കെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ഇതാണ് പാട്ട് പാടുക എന്നുള്ളത്. ഉം. പക്ഷെ ഉം. ഈ പാട്ട് പാടുക എന്നുള്ളത് ഇന്ന ചെറുപ്പത്തിൽ മദ്രസയിൽ പറഞ്ഞയച്ചപ്പോ നബിദിനത്തിൽ എന്നെ കൊണ്ട് കുറെ സ്റ്റേജിൽ കയറ്റി പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ഉം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വലുതായിട്ട് എനിക്ക് സംഗീതത്തിനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിട്ട് അപ്പൊ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്നെ പിടിച്ച് ബ്ലോക്കാക്കി. ഉം. എന്നെ പിടിച്ചിട്ട് എന്റെ വീട്ടിലെ കുടുംബത്തിലേക്കുള്ള കാരണന്മാരൊക്കെ പറഞ്ഞ് പഠിച്ചവന് നടക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇസ്ലാമിൽ അത് ഹറാമാണ്, ഉം. അങ്ങനെ. എന്നിട്ട് ഈ പറയുന്ന മാമന്റെ മോളെ കല്യാണത്തിന് ദഫ്മുട്ടും എല്ലാ സംഭവങ്ങളും ഉണ്ടായി. അതൊക്കെ അപ്പൊ ഹലാലല്ലേ? അപ്പൊ അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ കുരു ചോദിക്കട്ടെ, പൊട്ടി. ഇപ്പൊ കാരണം ഇപ്പൊ ഞാന് നടക്കുന്ന ഒരു വിവാദം ഉണ്ടല്ലോ, സൂംബ. സൂംബ അടിപൊളി ആക്ച്വലി ഇവരെ പ്രശ്നം സംഭവമാണ്. എന്താ? അത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ മതപരമായിട്ടുള്ള ഇതില് പെൺകുട്ടികളും ആൺകുട്ടികളോട് ഡാൻസ് കളിക്കും ഒന്ന്. ഡാൻസ് കളിക്കാൻ പറ്റൂല. പിന്നെ രണ്ടാമത് വസ്ത്രം, എൻജോയ്മെന്റിന് മുൻതൂക്കം കൊടുക്കുന്നു. പ്ലഷർ സീക്കിംഗ് പ്ലഷർ പ്രശ്നമാണെന്നാണ് സീക്കിങ്. പറയണ പോലെ. അതെ. ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് അപകടം ചെയ്യുന്നതാണ് അവർ പറയുന്നത്.
അതെ, അത് ലഹരിയിലേക്ക് നയിക്കും എന്നൊക്കെയാണ് ഇത്. എന്താ അതൊന്നല്ല പ്രശ്നം. ഇത് ഓരോ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഇപ്പോ ആ ഒരു വ്യായാമം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ഇടാൻ ആവശ്യമുള്ള ഒരു ഡ്രസ്സുകളായിരിക്കും ചിലപ്പോൾ ഇടുക. അത് ഓരോരുത്തരുടെ ചോയ്സ് ഈ ആണ്. സൂംബയിലൊന്നും ഒന്നുമില്ല. സ്കൂൾ ക്ലാസ് സ്കൂൾ തുടങ്ങുന്നതിന്റെ മുമ്പ് പറഞ്ഞ സ്കൂൾ യൂണിഫോമിലല്ലേ. യൂണിഫോമിലാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ് പ്രശ്നം. അല്ലറമേൻ എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടില് സ്കൂളുണ്ട്. അത്യാവശ്യം പേര് കേട്ട ഒരു സ്കൂളാണ് അല്ലറമേൻ. ഈ അല്ലറമേനില് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. എന്റെ മോനും അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന കുടുംബത്തിലെ എല്ലാവരെയും അവിടെയാണ്. കാരണം അവിടെ മതപഠനം സ്കൂൾ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകുന്നു. അവിടെ മുസ്ലിമുകളാണ് എല്ലാ ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ. അവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ആഴ്ചയിൽ 3 വേറെ വേറെ യൂണിഫോമുകളാണ്. അതിന്റെ അകത്ത് ഒരു യൂണിഫോമാണ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ടീഷർട്ടും ട്രാക്ക് പാന്റും സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കുട്ടികൾ മഫ്തി ഇട്ടിട്ട് ടീഷർട്ടും ട്രാക്ക് പാന്റും ഇട്ടിട്ടാണ് പോകുന്നത്, സ്പോർട്സ് ഷൂസ് ഇട്ടിട്ട്. ഇനി പോട്ടെ ഇവരെ പ്രശ്നം ഇപ്പൊ ഈ സൂംബക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാനൊരു ഓർമ്മപ്പെടുത്തൽ തരാം. 24 വന്നിട്ടുണ്ട്. അത് കണ്ടു. എത്ര പരിതാപകരമായിട്ടുള്ള വാദങ്ങളാണ്. പിന്നെ മറ്റവനോട് ആങ്കറോട് ചോദിക്കാണ്, നിങ്ങൾ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് പിന്നെ കഥകളി കളിക്കണം എന്നാണ് നിങ്ങൾ സമ്മതിക്കുക. ജാതി ചോദ്യം അതൊക്കെ. ഞാൻ പറഞ്ഞതല്ലേ, ഫുട്ബോള് ഇത് നടക്കുന്ന സമയത്ത്, വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് ജേഴ്സിയും പിന്നെ ഇത് ഷോർട്ട്സും ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റും ഇസ്ലാം അനുസരിച്ചിട്ട്? എങ്ങനെ? ഇല്ലല്ലോ, മുട്ട് മുറുക്കണ്ട്. ഫുട്ബോൾ കളിക്കുമ്പോഴേ അതെ, മുട്ട് മുറിക്കണം എന്നാണല്ലോ ഒരു പറയുന്നത്. അപ്പൊ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്നുള്ളതും ഈ പിന്നെ മുട്ട് മറിയില്ല എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. എന്തിന്? ക്യാരംസ് ഒന്നും അറിയില്ലല്ലോ, എവിടെയും പുറത്ത് കാണൂല, ഒരല്പനഗ്ന മേനിയും വേണ്ടല്ലോ, അത് കളിക്കാൻ പാടുണ്ടോ? എനിക്കറിയില്ല. പാടില്ല. ഞങ്ങളെ ചെറുപ്പത്തില് അവിടെ ഒരു വയ്യാത്തൊരു കാക്ക, മീൻസ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാള് പിന്നെ കട തുടങ്ങിയിട്ട് അവിടെ ഒരു ക്യാരംസ് വെച്ചിട്ട് അയാള് അനുഭവിച്ച ത്യാഗം, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. എന്നിട്ട് ലാസ്റ്റ് ആ ക്യാരം ബോർഡ് വെച്ച് ഞങ്ങൾ ഓടുന്നു. ഒരു ദിവസം ഏതെങ്കിലും തോട്ടത്തിന്റെ നടക്കൊണ്ട് വെച്ച് കളിക്കും, വേറൊരു ദിവസം വേറെ ഏതെങ്കിലും വീടിന്റെ ചായ്പ് കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ക്യാരം ബോർഡും ഒരാൾ തലയിലേറ്റ, രണ്ടാളൊക്കെ പിടിച്ചിട്ട് അതിന്റെ സ്റ്റാൻഡ് പിടിച്ച് വേറെ രണ്ടാളും. എങ്ങനെയുണ്ട്? സമ്മതിക്കൂല. അപ്പൊ അവിടുത്തെ ചില ആജിയന്മാര് പറയും ഇത് ഹറാമാണ്, പറ്റൂലെന്ന്. എന്നിട്ട് ഈ ആജിയരെ വീട്ടിൽ TV വാങ്ങുന്നവരെ ഈ അസ്കിയത ഉണ്ടായുള്ളൂ കേട്ടോ. ആജിയരെ വീട്ടിൽ TV വാങ്ങി ഇഷാമാരിവിന്റെ അടിയിലൊക്കെ എന്തായി, സീരിയലായി. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടെ. നിങ്ങളൊക്കെ ഒരേ സമയത്ത് സ്കൂളിൽ പോയതാണെന്ന് വിചാരിക്കുന്നു, ഒന്നും തോന്നരുത്. എന്റെ കാലത്ത് ഞാനൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് റാഫിൾ ഡ്രോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്നിട്ട് നമ്മളത് നാട്ടില് മൊത്തം പോയിട്ട്, അന്ന് എത്ര രൂപ, 2 രൂപയോ അങ്ങനെ എന്തൊക്കെയേനു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്മള് കാരണന്മാരെടുത്ത് പോവേനു, വല്യപ്പ മാമ ഫില്ല് ചെയ്ത് തരുമോന്ന് പറഞ്ഞിട്ട്. അന്നേരം എന്റെ ചെവിക്ക് പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയിന് വല്യമ്മന്റെ മുമ്പിലേക്ക്. ഇത് പറയും നറുക്കെടുപ്പാണ്, ഇത് ചൂതാട്ടമാണ്, ഇത് ഇസ്ലാമികമായിട്ട് ചെയ്യാൻ പാടില്ല. ഇതേ ചെങ്ങായിന്റെ മക്കള് ഇപ്പൊ ഈ അടുത്ത് നാട്ടില് പ്രചാരമേറി വരുന്ന ഒരു സംഭവമാണ്, പാവങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട് ലക്കി ഡ്രോന് കൊടുക്കല്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ അത് ഹറാമും അല്ലാതെ നിയമവിരുദ്ധം കൂടിയാണ് കേട്ടോ. അത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഹിപ്പോക്രസി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നെറ്റില് തയമ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവര് വന്നിട്ട് ഉറപ്പായിട്ടും ഈ ഹിപ്പോക്രസി അവരുടെ കാര്യം വരുന്നവരുണ്ടാവുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയാം, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, അതിന്റെ ഇസ്ലാമിക വിധി എന്താ? പാടില്ല, ഹറാമാണ്. എന്നിട്ട് ഇവര് ഇരുന്നിട്ട് ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ താത്തമാരെ കല്യാണത്തിന്റെ സമയത്തൊക്കെ മുസ്ലിയാര് വന്നിട്ട് കച്ചറാക്കിയിരിക്കുന്നു. വീഡിയോ ക്യാമറയെ കുറിച്ച് ആലോചിക്കന്നെ വേണ്ട. എന്നിട്ട് ഇപ്പോ പള്ളിയിൽ നടക്കുന്ന ഖുത്ബ വരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിലവര് ലൈവ് ഉണ്ട്, ചിലവരത് എഡിറ്റ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ യൂട്യൂബിന്റെ വരുമാനം മാത്രം ഇല്ലാതാക്കിയാൽ മതി. ഇടക്കാലത്ത് UA ടീമിന്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു, പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ഇല്ലല്ലോ. അപ്പൊ അതിന്റെ താഴെ UAന്റെ റെസ്പോൺസ് എന്താണ്, ഞങ്ങൾ ഈ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തുകൊണ്ട്
യൂട്യൂബ് ഹലാലാവൂല. കാരണം എന്താ വെച്ചാൽ മോണിറ്റൈസേഷൻ നമ്മൾ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും യൂട്യൂബ് ആഡ് പ്ലേസ് ചെയ്യും. യൂട്യൂബിന്റെ ഓണർ ആരാന്നൊന്ന് ചോദിച്ചോക്കിയാ. അല്ല അത് പോട്ടെ, യൂട്യൂബ് ആഡ് പ്ലേസ് ചെയ്യും. ആഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആഡ് കാണും. ആഡ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ പള്ളീന്റെ മതിലിന്റെ പുറത്ത് ജംബോ സർക്കസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർദ്ധനഗ്ന മേനി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രദർശനമുള്ള ഒരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ എങ്ങനെ ഈ സാധനം ഹലാലാവുക? അതായത് ബാസിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ, അതെ, ഇവരുടെ വീഡിയോകളിൽ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കേൾക്കുന്ന പ്രവർത്തനത്തിന് എക്സെപ്ഷൻസ് ഉണ്ട്. അതാ പറഞ്ഞ അതിന് ഓല് പറഞ്ഞ ന്യായം എന്താ വെച്ചാല് നമുക്ക് വേണമെങ്കിൽ കള്ളുഷാപ്പിൽ പോയിട്ട് മതപ്രബോധനം നടത്താമെന്നാണ്. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സെയിം ടീമാണ് മറ്റേ ബ്രാൻഡിനെതിരെ സമരം നടത്തിയത്. എന്തിനാ അതിന്റെ പേര്? സുഡിയോ. അതെ, സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിനെതിരെ അവർക്ക് സമരം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഈ യൂട്യൂബും ഫേസ്ബുക്കും ആദ്യം ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണം. അതെ, അതായി കാഫറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനത്തിൽ നമ്മളെ ഇത് നടത്തണ്ടെന്ന് ഒരു തീരുമാനിക്കണ്ടേ? അത് നികർന്ന ഓരോ സ്കൂള് കൂട്ടിയില്ലേ? ഇനി അതല്ല, ഇവരുടെ യൂട്യൂബിൽ ഞാൻ എന്റെ അടുത്ത് നിന്ന് പല ആൾക്കാരും ഇപ്പം US എന്നും UK എന്നൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞത് അവിടെ ഈ ഗാംബ്ലിങ്ങിന്റെ ഒക്കെ പരസ്യമാണല്ലോ ഇവരുടെ വീഡിയോയിൽ വരുന്നത്. അപ്പൊ ആ ഗാംബ്ലിങ്ങിന്റെ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും അതിൽ ഏർപ്പെട്ടാൽ അതൊരു മുസ്ലിമോ അമുസ്ലിമോ ആവട്ടെ, അത് ഇവരുടെ വിധി അനുസരിച്ച്, ഇവരുടെ ന്യായം അനുസരിച്ച് ഇസ്ലാമിക ഹറാമല്ലേ? ഇവരതിന്റെ പ്രചാരകരാകുമല്ലേ ചെയ്യണത്? അപ്പൊ ഇത് ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് നമ്മുടെ ഈ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായല്ലോ, അയാൾ റഫീഖ് സലഫിയും പണ്ട് അടിയായത് യൂട്യൂബ് വരുമാനം ഹറാമ് ഹലാല് പറഞ്ഞിട്ടാണ്. കാരണം അനിലിന് യൂട്യൂബ് വരുമാനം ഒരു മേജർ റവന്യൂ സോഴ്സ് ആണ്. അപ്പൊ അവന് അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് കച്ചറയായി, പിന്നെ ഓല് തമ്മിൽ ഭയങ്കര കച്ചറയായി. പിന്നെ ഒരു സമയത്ത് മ്യൂസിക് ഹറാമാണ്, അപ്പൊ നിരുപാധികം മ്യൂസിക് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇയാള് അനിൽ മുഹമ്മദ് കുറെ സാധനം അത് ഹലാലാണ്. ദഫ് മുട്ടുമ്പോ കിളിക്കുണ്ടെങ്കിൽ ഹറാമാണ്, ഞാൻ ഇതൊക്കെ പറയണ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു KS മൗലവി എന്ന് പറഞ്ഞിട്ടൊരു കഥാപ്രസംഗക്കാരുണ്ടായിരുന്നു. KS മൗലവി ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു, അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, വീരപ്പുലി അലി, അതേമാതിരി അങ്ങനത്തെ കഥകളൊക്കെ പറയും. ബദറിന്റെ ചരിത്രമൊക്കെ. അപ്പൊ അതിലൊക്കെ വാള് ഊരുന്നത്, വെട്ടുന്നത്, കുതിരക്കുളമ്പടി, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇയാള് മിമിക്രി പോലെ, മീൻസ് അയാള് ഓൺ വോയിസിൽ ചെയ്യും. പിന്നെ പിന്നെ റിപ്പീറ്റും എക്കോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈക്കസെറ്റിന്റെ സാധനങ്ങൾ ഉപയോഗിക്കും, മിക്സറിന്റെ, അങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ ഈ പറയണ പോലെ. അപ്പൊ ഈ അനിൽ മുഹമ്മദ് മ്യൂസിക് നിരുപാധികം ഹറാമാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കാകെ അത്ഭുതമായി. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ഇയാൾക്ക് അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ നടത്തുന്നുണ്ട്, ഇയാളൊരു ഓൺലൈൻ റേഡിയോ നടത്തുന്നുണ്ട്, അതിൽ 24 മണിക്കൂർ പാട്ടല്ലേ. അപ്പൊ അയാൾക്ക് അത് അയാൾ ചെയ്യണ കാര്യം ഹറാമാണെന്ന് പറയുമ്പോ അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. ഹറാമോ ഹലാലൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കണുള്ളൂ. ഈ പറയുന്ന ഒരു പ്രമുഖനായ ഒരാൾ എനിക്കറിയാം, കണ്ണൂരുകാരനാണ്. മൂപ്പര് എന്താ പറയാ, എന്റെ കുടുംബത്തിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ അടുത്തേക്ക് പായലൊക്കെയാണ് നമ്മളെ കുറെ ആൾക്കാര്. മൂപ്പർക്ക് ഈ അടുത്ത് സുക്കേട് വന്ന്, എന്നിട്ട് കരള് എന്തോന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ഉമ്മാന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, ഇസ്ലാമികമായിട്ട് നമ്മളെ ശരീരം വൃക്ക സ്വീകരിച്ചു അബ്ദുൽ നാസർ മദനി. അതെ, അത് നമുക്ക് സ്വീകരിക്കാന്നാ പറയണത്. ഹറാമാണ്, നിരുപാധികം ഹറാമാണ്, കൊടുക്കാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ മദനിക്ക് കൊടുത്ത മദന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. കൊടുക്കാൻ പാടില്ല എന്നാണ്. സ്വീകരിക്കാന്ന് പറഞ്ഞത് എന്താണ്? കാഫിറിനെ സ്വീകരിക്കാം, മുസ്ലിം കൊടുക്കാൻ പാടില്ല. മുസ്ലിമിന്റെ വൃക്ക കിഡ്നിയൊക്കെ കൊടുത്ത ഉപയോഗിക്കും, പിന്നെ വൃക്കയോ കരളിന്റെ പീസൊക്കെ കൊടുത്ത് ഉപയോഗിക്കാം. പക്ഷെ പിന്നെ ഒരു മുശ്രിക്കിന്റെ ഒരു അപകടം വന്ന് ഞാൻ ഹോസ്പിറ്റലായി. അത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാനിപ്പോ നാട്ടിലേക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ മധൂര് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റ് ആയത് എന്റെ കാലക്കേട് ഞാൻ ഇടിച്ചത് അവിടെ BJP സ്ഥാനാർത്ഥിനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി ചിന്തിച്ചാൽ അറിയാലോ. ആലോചിച്ചെടുക്കാം. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തല്ലി.
എന്റെ പേരും പിന്നെ ഞാൻ ഇടിച്ചത് ആക്സിഡന്റ് അവിടുത്തെ ആ സ്ഥാനാർത്ഥിയേനു. മനസ്സിലായി. എന്നാ പിന്നെ കാഷ്വാലിറ്റി കയറിയിട്ട് എന്റെ കൈ ഇരുമ്പ് പൊടി വെച്ചിട്ട് ഒടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉം, ഉം. കൊന്നെന്നുള്ള രീതിയിലാക്കിയിട്ട് അവരെന്നെ വിട്ടുകണ. ആ, അപ്പോ ആ, സ്വാഭാവികമായിട്ട് എനിക്ക് ബ്ലഡ് ഒക്കെ വേണ്ടി വന്നു. ആ. എന്റെ വീടും എന്റെ നാട്ടുകാരും കിടക്കണത് 100 കിലോമീറ്റർ ദൂരത്താ. ഉം. എനിക്ക് ബ്ലഡ് തന്നത് ആരതാന്ന് എനിക്കറിയും. അറിയില്ല. അതെ തന്നെ. അപ്പൊ ഈ അതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ഇവിടെ. എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പോട്ടെ, ഇതൊക്കെ പോട്ടെ. നമ്മളിപ്പോ മെഡിക്കൽ പഠനം ഉണ്ടല്ലോ നടക്കുന്നു. അതെ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളും മെഡിക്കൽ കോളേജുകളുണ്ട്. അനാട്ടമി പഠിക്കണമെങ്കിൽ കടാവർ വേണ്ടേ? അതെ. എവിടുന്ന് കിട്ടണം? കട മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡി അതെ എവിടുന്ന് കട കിട്ടും? കട അതോ ഒന്നെങ്കിൽ ആരും ക്ലെയിം ചെയ്യാത്ത ബോഡി, അല്ലെങ്കിൽ സ്വയം എന്താ പറയാ ക്ലെയിം എഴുതി ചെയ്യാത്തതിൽ കൊടുക്കുന്ന ബോഡി. കാഫറിന്റെ ബോഡി. അതെ. അടയാളം വെച്ച് കാഫിറാന്ന് മനസ്സിലായാൽ അത് ഉപയോഗിക്കും. അതല്ലെങ്കിൽ ചൈനീന്നൊക്കെ കയറ്റും ഇറക്കുമതി ചെയ്യണം അവിടെ. അതെ. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല് ഇങ്ങനെ മൂല്യന്മാര് കുത്തിരുന്നിട്ട് ചർച്ച ചെയ്യാണല്ലോ. ഈ അവയവം ദാനം ചെയ്യാൻ പറ്റൂല്ലേ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പണ്ഡിത സഭകൾ എത്ര കാലം മീറ്റിംഗ് കൂടിയെന്ന് അറിയോ? ഇതിന്റെ അകത്ത് ഇവരുടെ ഒരു ഇജ്മാ രസകരമായിട്ടുള്ള ഒരു ഉണ്ടാക്കി. സംഭവം ഉണ്ടായിരിക്കുന്നേ. അതും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ അനിയന്റെ വീട്ടിൽ കൂടുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ എന്റെ ഈ ഒരു സംഭവം ഞാൻ ഓപ്പൺ ആക്കിയിരുന്നത്. അപ്പൊ ഈ ഓപ്പൺ ആക്കിയിട്ട് വീട്ടുകൂടലൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് സന്തോഷവും നല്ലൊരു വീടാവാൻ വെച്ച്. അപ്പം വീട് കുറച്ച് വലുതാണ് അവൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് വീട് കൂടുതൽ കഴിഞ്ഞപ്പോ അതിന്റെ മേലത്തെ റൂമിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ആ റൂം കുറച്ച് വലുതാണ്. അതിന്റെ സീലിംഗും കുറച്ച് നല്ല ഉയരത്തിലാണ്. അപ്പൊ എനിക്ക് അവിടെ കിടന്നപ്പോ ഒരു നെഗറ്റീവ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് മനസ്സിന്റെ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. ഒരു നെഗറ്റീവ് എനർജി 5 ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ആരോടും പറയാനൊന്നും നിന്നില്ല. ഞാൻ അവിടുന്ന് പിറ്റേ ദിവസം നമ്മളെ തറവാട്ടിൽ തന്നെ പോയി കിടന്ന് അവിടുന്ന് ഞാൻ അങ്ങോട്ട് ബാംഗ്ലൂർക്ക് വന്ന്. അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഉമ്മ പറഞ്ഞു മോളിങ്ങനെ വല്ലാണ്ട് രാത്രി എണീച്ചിട്ട് കരയുന്നുണ്ട്, ഓടി പോകുന്നുണ്ട്, ബെഡിൽ നിന്ന് എണീച്ചിട്ട് രാത്രി ഓടി പോവാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനും ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു അതിന് 2 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കുട്ടീന്റെ മനസ്സിൽ എന്തെങ്കിലും ആരെങ്കിലും അപമര്യാദയായിട്ട് പോയി. കാരണം ഇപ്പത്തെ കാലമാണ്, ചെറിയ കുട്ടി 3-4 വയസ്സിന്റെ കുട്ടികളൊന്നും നോക്കാത്ത കാലഘട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അറിയണം. അത് ഏത് രീതിയിലാണ് ചില സൈക്കോളജിസ്റ്റിനെ കൊടുത്തിട്ടോ കുട്ടികളുടെ മാനസിക ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മനസ്സിന്റെ ഉള്ളിലുള്ള പേടി എന്താന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഒരു മുസ്ലിയാരുടെ അടുത്ത് വന്നിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഉമ്മന്റെ അടുത്ത് ചോദിച്ച് മുസ്ലിയാർ വന്നിട്ട് എന്തൊക്കെ ഓതും, ഉമ്മ അവിടുന്ന് ആമീൻ അടിക്കും, അയാൾ പറയുന്നത് എന്താ നമുക്ക് അറിയോ ചോദിച്ചു. അപ്പൊ ഉമ്മക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഉമ്മക്ക് ഓതണം എന്നുണ്ടെങ്കിൽ നമ്മളല്ലേ ഓതണ്ടേ, നമ്മൾ ഓതിയാലാണ് നമുക്ക് കൂലി കിട്ടാന്നാണല്ലോ പറയല്. ഈ മുസ്ലിയാർ വന്നിട്ട് ഓതിട്ട് നമ്മൾ ആമീൻ അടിച്ച് നമുക്ക് കൂലി കിട്ടും. എനിക്ക് തറുതല പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ സൈഡാക്കി. അപ്പൊ ഇതേ ചോദ്യം തന്നെ ഞാൻ എന്റെ ഉപ്പന്റെ അടുത്തും ഉമ്മന്റെ അടുത്തും ചോദിച്ചേ. കാരണം ഇവരൊക്കെ കടുത്ത സുന്നി ആൾക്കാരാണ്. അപ്പോ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ഒരു ഇത്രയും ബാംഗ്ലൂരിലോട്ട് വരുന്നവരെ പോയ പള്ളികളില് പക്ക അറബിയിലാണ് ഈ ജുമാന്റെ മുമ്പുള്ള കുത്തുബ പറയും. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. അവിടെയുള്ള 99% ആൾക്കാരും ഈ ആമീൻ അടിക്കുന്ന ആൾക്കാർ വരെ ഒരാൾക്ക് ഇപ്പം പറയുന്നതിന്റെ അർത്ഥം അറിയില്ല. നമ്മൾ അവിടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന എല്ലാ ഖുത്തുബകളിലും ഇപ്പൊ ഓരോ മാസത്തിനും ഓരോ ഖുത്തുബയൊക്കെയാണ്. അപ്പൊ ഓരോ ഖുത്തുബയിലും പിന്നെ സ്പെഷ്യൽ ഖുത്തുബകൾക്ക് വേറെ, അങ്ങനെയാണ്. അതിലൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാര്യമായൊന്നും അറിയുന്നില്ല. അത് ഇപ്പൊ 2 അപ്സ്റ്റെയർ ഉള്ള പള്ളിയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തേക്കും കുട്ടികൾ ഓരോരോ പ്രദേശത്ത് നിന്ന് വരുന്ന ഓരോ കോളനിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഓരോ ഗ്യാങ് അവിടെ കൂടി നിർത്തുന്ന പറയും. പിന്നല്ലാണ്ട് നമ്മളിപ്പോ ഒരു ക്രിക്കറ്റ് അടുത്ത് വരുന്ന ക്രിക്കറ്റിന്റെ മാച്ചിനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളെ പ്രായമായി കൂടി വരുന്ന നേരത്തെ പള്ളിയിൽ വന്ന് ഇമാമിന്റെ തൊട്ട് പിന്നിൽ ഇങ്ങനെ നല്ല പ്രായമായ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഒരു പാറ്റേൺ അല്ലേ? ഇതൊന്നും എനിക്ക് ലോജിക്കലായിട്ട് എനിക്കൊന്നും ഞാൻ ചോദിക്കണേ, അതുകൊണ്ടാണ് അന്ന് ഞാൻ നമ്മൾ സംസാരിച്ചത് പുറത്ത് വിട്ടിരുന്നോ? ഞാൻ എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായോ? വിട്ടിരുന്നോ അതോ പുറത്ത് വിട്ടില്ലേ? ഇല്ല ഞാൻ വിട്ടിട്ടൊന്നുമില്ല. ഓക്കെ. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായില്ല അല്ലേ? ഇല്ല ഞങ്ങള് ഇതിപ്പോ എനിക്കിപ്പോ ധൈര്യമുണ്ട്. കാരണം എന്താണെന്നറിയാം, ഞാൻ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനിപ്പോ പറഞ്ഞ മാതിരി എന്റെ ഉമ്മക്ക് കുറച്ചൊരു ബ്രോഡായിട്ട് ചിന്തിക്കാൻ ഒരു കഴിവുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്റെ ഭാര്യന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞില്ല. അതെ അങ്ങനെ പോകുന്നുണ്ട്.
അപ്പം അത് അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ എന്റെ ഭാര്യനെ അടുത്താണ് എന്റെ ഉമ്മ എനിക്കൊന്ന് കിട്ടണം എന്ന് പറഞ്ഞിരിക്കണേ. തമാശക്കല്ല, ഇവരൊക്കെ വലിയക്കന്മാരുടെ ആൾക്കാരാണ്. എന്തായാലും വേണ്ടില്ല, ഞാനിപ്പോ 95 96 അയക്കണ്. ബാക്കി എനിക്ക് എന്താണെന്നറിയോ, എന്റെ മനസ്സിലൊരു പേടി കുടുങ്ങിപ്പോയത് ഞാൻ അവന്റെ നിങ്ങളെ കള്ളത്തരം പിടിച്ചു 24 തെളിവ് ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അതൊരു സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്നതാണ്. ഇപ്പൊ ഈ സുന്നി മുജാഹിദ് തർക്കങ്ങളൊക്കെ ഇവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണത്. റഫീഖ് സലഫി ഒരു മറുപടി ആയിട്ട് വന്നിരുന്നല്ലോ. റഫീഖ് സലഫി അതിനകത്ത് ഇതേ സാധനം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് പകരം അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓവർ സ്ട്രെസ് ചെയ്ത് പറയും, ആവർത്തിച്ച് പറയും. അതൊക്കെ ഈ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമാണ്. ഇതൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് ട്രെയിൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. ഫാക്ച്വലി നമ്മൾ പറഞ്ഞ ഫാക്ടിൽ നമുക്ക് ബോധ്യമുള്ള കാലത്തോളം ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് പറ്റും, അത്രേ ഉള്ളൂ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു 4-5 ആൾക്കാരുണ്ട് എന്റെ കുടുംബത്തിൽ നിന്നല്ല. എനിക്ക് ഇവര് രണ്ടാളും വാട്സാപ്പിൽ തുരിതുര വിളിയാ. പ്രശ്നം തീരും. അതാ ഞാൻ അയച്ചു. എന്നാ ശരി, ശരി, ഓക്കെ. അടുത്ത വീഡിയോ കാത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.